നമസ്കാരം. നമ്മൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഈ ഒരു 5 മുടി തേക്ക, 4 മുറി, 5 4 ഇപ്പോൾ ഒരു 10-50 ഇഞ്ചിന് വണ്ണമേ ഉള്ളൂ. നമ്മുടെ പത്തനാപുരത്താണ്. അപ്പോൾ അത് കയറി കമ്പറക്കി മുറിക്കണ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ മഴയൊന്നുമില്ല. ഇത് മഴയ്ക്ക് മുമ്പ് മുറിച്ച മരമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകെ കൂടെ ലൈൻ കമ്പിയും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ കയറി ചെറുതായിട്ട് മുറിച്ച് ഇറങ്ങണം. മണ്ട അത്യാവശ്യം കമ്പ് ഇറക്കി നിർത്തിയിട്ട് ഒരു ഇട വെച്ചാൽ മതി. അതിനുള്ളതേ ഉള്ളൂ. വലിയ വണ്ണമൊന്നുമില്ല. 50 വണ്ണം, 40 വർഷം അടുത്ത് പ്രായമെല്ലാം കാണും. 40 താഴെ കാണത്തുള്ളൂ എന്നാ തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ണിയുണ്ട്, പിന്നെ വിഷ്ണുവുണ്ട്. 2 കമ്പ് നമുക്കൊന്ന് തൂക്കി ഇറക്കണം. ആ ലൈനയിലോട്ടാണ് നിന്നത്. അപ്പം ഈ 2 കമ്പ് തൂക്കി ഇറക്കി പിന്നെ നമ്മളിതിന് ഇട വെച്ച് ഒടിക്കുകയാണ്. ചെറിയൊരു കേടുണ്ട്. എന്നിട്ട് നമ്മളത് ബാക്കിയുള്ള തൂപ്പോടുകൂടി ഇട വെച്ച് കളഞ്ഞു. എന്നിട്ട് ഉണ്ടോ തൊട്ട് പുറകെ കൂടെ ഓട്ടയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി ഇതിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ ആ മരത്തിൽ കയറിട്ടായിരുന്നു, വേറൊരു മരത്തിന്. അതും പിന്നെ തറയെന്ന് എറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മളവിടെ വന്നിട്ട് മണ്ടയ്ക്ക് കയറ് കെട്ടി അത് നമ്മൾ മുറിച്ച് ഇട മുറിക്കുക. കാരണം ഓരോ കമ്പായിട്ട് ഇറക്കുന്നതിനായിട്ട് അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് വെട്ടിയിടാനും. അതിൻ്റെ അകത്തോട്ട് വെട്ടിയിടാൻ പറ്റും. അപ്പം അതിന് നമ്മൾ ഇട വെച്ച് അമ്മരോട് ആ മുറ്റത്ത് പോയി ആ കയറ് പിടിക്കുന്നത്, അല്ല വേറെ സ്ഥലമില്ല ആ മുറ്റത്ത്. കണ്ടോ കറക്റ്റ്. അതും പോയി കറക്റ്റ് വീണു. അതേന്ന് ഇറങ്ങി ഇനിയും ഉണ്ട് 2 എണ്ണം കൂടെ. ഇതൊന്നും താഴെ വന്നു. 3ാമത്തെ തേക്ക്. ഇത് വലിയ വണ്ണമൊന്നുമില്ല. ഇത് 35-40 വണ്ണേ ഉള്ളൂ. നല്ല ഹൈറ്റാണ് വീടിൻ്റെ റമ്പിൽ. ഇതിൻ്റെ കമ്പെല്ലാം ചെറുതായിട്ട് മുറിച്ചു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മുറിക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു. അത് മറന്നുപോയി. പിന്നീടാണ് അത് ഓർത്തത്. പിന്നെ താഴെ വന്നിട്ട് അതിനൊരു ഇട വെച്ച്. അതിന് ചെറിയൊരു കേടുണ്ട്. അതൊരു ഇട പിടിച്ച് അവിടെ ഇട്ടു. ഇനിയുള്ള ലാസ്റ്റ് തേക്കുണ്ട്. ആ തേക്കിനാണ് പണിയിരിക്കുന്നത്. പണി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പണി. കീഴിക്കൂടെ 4-5 ലൈൻ അങ്ങാണ്ടുണ്ട്. അതിൻ്റെ ഒരു കമ്പ് മുറിച്ച് നമ്മളത് നീളത്തിലങ്ങ് കളഞ്ഞ് അത് കുഴപ്പമില്ലാതെ വീണു. ഇനിയുള്ളത് കണ്ടോ, ഈ ഒരു കമ്പ് വള്ളം പോലെ വളഞ്ഞ് അപ്പുറത്ത് കിടക്കുക ലൈനിൻ്റെ അവിടോട്ട്. നമ്മളാ വെട്ടിയിരുന്ന കമ്പുകൾ പോകുന്നത് ലൈനിൻ്റെ അപ്പുറത്താണ്, റോഡിനപ്പുറത്ത്. കണ്ടോ, ഈ തേക്കും ആ കമ്പ് മുറിച്ചുകൊണ്ട് ലൈനൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ അയ്യത്ത് പോയി. നല്ല വളമായിരുന്നു. കയറാനൊക്കെ നല്ല പാടായിരുന്നു. എന്നാലും നമ്മളത് കയറി ചെറുതായിട്ട് മുറിച്ച് അടിപൊളിയായിട്ട് താഴെ ഇട്ടു. ഉണ്ടോ ലൈൻ നിൽക്കുന്നുണ്ട്. നല്ലൊരു ചെറിയ കമ്പ് കണ്ടിച്ച് പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് പോയി ലൈനെ ചെറുതായിട്ടൊന്ന് മുട്ടി. വലിയ കുഴപ്പമൊന്നും. പിന്നെ ചെറിയൊരു പീസ് കൂടെ കണ്ടിച്ചു. അത് നമ്മളെടുത്ത് അപ്പുറത്ത് കളഞ്ഞു. പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു കവറും കൂടെ ഉണ്ട്. അത് പിടിച്ച് കണ്ടിച്ചു. പക്ഷേ അത് കറക്റ്റായി ഗ്യാപ്പിൽ കൂടെ തന്നെ ചാടി ഇറങ്ങി അങ്ങ് പോയി. ഇനിയുള്ളത് തിരിച്ച് നമ്മൾ ഈ ഞാണേ കൂടെ ഞാന്ന് അപ്പുറത്ത് ചെല്ലണം. കണ്ടോ കമ്പ് നിൽക്കുന്നുണ്ട് ഇപ്പുറത്തോട്ട്. അപ്പോൾ അതുവഴി നടന്ന് നമ്മൾ മേളിൽ കയറ് കെട്ടി അതേ പിടിച്ചാൽ പോകുന്നത്. കാരണം അല്ലാതെ പോകാൻ പറ്റത്തില്ല, വല്ലാതെ ചരിഞ്ഞ് കിടക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി വന്ന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താത്തിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ ആ ഹിറ്റാച്ചി നമുക്ക് വേണ്ടി പണിയാൻ വന്നതല്ല, അപ്പുറത്ത് റബ്ബർ മുറിക്കാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി വന്ന വണ്ടി. നമ്മൾ പിന്നെ 4 എണ്ണവും ചെറുതായിട്ട്, അത്ര വലിയ മരം അല്ലാത്തതുകൊണ്ട് ഒത്തിരി ഒതുക്കേണ്ടി ഒന്നും വന്നില്ല സൈഡൊന്നും. എന്നിട്ട് നമ്മൾ ആ 4 എണ്ണവും ആദ്യത്തേത് വീണു. ചെറിയൊരു കേടുണ്ട്. നല്ല തേക്ക, അത്യാവശ്യം വണ്ണം ഇല്ലെങ്കിലും നല്ല തേക്ക, നല്ല കാതൽ, അത്യാവശ്യം കാതൽ, കട്ടിയുള്ള കാതലുള്ള തേക്ക. അങ്ങനെ 4 എണ്ണവും 2ാമത്തെ മുറിച്ച് 2ാമത്തേതും വീണു.
ഇനി അടുത്തതുണ്ട് മൂന്നാമത്തെ തേക്ക്. മൂന്നാമത്തേതും തെളിയിട്ടു. കാരണം അത്യാവശ്യം ഇട പിടിച്ചിട്ടാണ് നമ്മൾ നീളം കുറച്ചിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് തറയിൽ അത്യാവശ്യം അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെ ചേച്ചി വന്നേ, മോനെ ഇത് വീട്ടിൽ ഒരു റബ്ബർ ഉണങ്ങിയപ്പോണ്ട് ഒന്ന് മുറിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു മുറിച്ച് തരാം, അതിനിപ്പോൾ എന്താ. കാരണം നമ്മൾ രാവിലെ വന്നപ്പോൾ തൊട്ടേ വെള്ളവും ചായയും കാപ്പിയും എന്തോ വേണം എല്ലാം ഇതിൽ നിൽക്കുന്നത്. അപ്പം ചേച്ചി പറഞ്ഞു, മോനെ അത് മുറിക്കുന്നതിൻ്റെ പൈസ തരാം. നമ്മളായിക്കോട്ടെ. നമ്മളവിടെ ചെന്നപ്പോഴേ നമ്മളോട് എല്ലാ രീതിയിലും സഹകരണമുള്ളൊരു വീട്ടുകാരായിരുന്നു. അപ്പോൾ ചില വീട്ടിലൊക്കെ ചെന്നാൽ വെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല. വെള്ളം തരുവാണെങ്കിൽ തന്നെ പായൽ പിടിച്ച പാത്രത്തിലോ വെളിയിലിരിക്കുന്ന കോപ്പയിലോ അഴുക്ക് പിടിച്ച ഗ്ലാസ്സിലൊക്കെ വെള്ളം കൊണ്ട് തന്നെ നമ്മളത് കുടിച്ചിട്ട് നമ്മൾ പിന്നെ കടയിൽ പോയി വാങ്ങിച്ച് കുടിക്കും, ഇല്ല അപ്പുറത്ത് പോയി കുടിക്കും. അങ്ങനെയൊക്കെയുള്ള വീട്ടുകാരുള്ളടത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ പിന്നെ ഇച്ചിരി പണിയായിരുന്നു. ഈ റബ്ബർ ഉണങ്ങി അപ്പുറത്ത് ലൈനയിലോട്ട് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മളത് കപ്പി അടിച്ച് മുറിച്ച് നല്ല പണിയായിരുന്നു. പിന്നെ ഉമ്മാർ രണ്ടും കൂടെ ചന്നം പിന്നം അത് കണ്ടിച്ചിട്ടു. അങ്ങനെ നമ്മൾ അവിടുത്തെ പണി അടിപൊളിയാക്കി തീർത്തു. കണ്ടോ, എല്ലാം ചെറുതാക്കിയിട്ട് കൊടുത്തു. ഇവനിത് എന്നും ഇങ്ങനെ തന്നെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഫോളോയും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് പിന്നെ കാണാം.